സാധാരണ ആൾക്കാർ റിപ്പീറ്റ് ഒക്കെ അടിക്കും. ഒന്നുമില്ല, ഭയങ്കര ഡിഫറൻറ്റ് ആയിട്ടുള്ള സാധനം എടുത്തു. 728 നിർത്തി. എന്താണ് ആ ബോക്സിലുള്ളതെന്ന് അറിയില്ല. പക്ഷേ 1000-ൽ താഴെ ആയതുകൊണ്ട് ഈ സാധനങ്ങൾ മുഴുവൻ സുജിത്ത് ആൻഡ് എൽസ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ. കൺഗ്രാറ്റുലേഷൻ. അതെ, ബസർ റൗണ്ടാ. അവരെക്കാളും ഫാസ്റ്റ് ആയിട്ട് പറയണം, എങ്കിലേ അടുത്ത ചാൻസ് കിട്ടുള്ളൂ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2. എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ആയുധം ഏതാണ്? എല്ലാരെയും ബോറടിപ്പിക്കുന്ന ആയുധം ഏതാണ്? വാക്കത്തി. അതില് കാരണമാണ് ആ കത്തി ഇത്രയും പ്രശ്നമാവുന്നത്. എന്നാൽ ആ ഉത്തരത്തിന് ഞാൻ ശരി ഉത്തരം തരാം. കത്തി. അപ്പൊ ആരാ പോണേ? മോളാണോ? അച്ഛനെവിടാ അല്ലേ? പലർക്കും കറക്റ്റ് ആയിട്ട് അറിയാവുന്ന അച്ഛനാ. കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാം. ശരി, 30 സെക്കൻഡ് സമയം. റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. ചേട്ടാ ഓടി വരൂ. എന്തൊക്കെ സാധനങ്ങളാ തീർന്നു പോയെന്ന് ചേച്ചി ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നോക്കി വേണം എടുക്കാനായിട്ട്. ഓക്കെ, മതിയോ? സമയം ഇഷ്ടംപോലെ ബാക്കിയുണ്ട്. സമയമുണ്ട്. അതിന്റെ അല്ല, ഇത് ഈ കൊച്ചു പ്രശ്നം ഉണ്ടാക്കും. അമ്മയാണെ പിന്നെ പിടിച്ചേക്കാം. ഈ പിള്ളേരുടെ അടുത്ത് പിടിച്ചിരിക്കാൻ പ്രയാസമല്ലേ? അത് തന്നെ ഇപ്പൊ കൂടുതലായിരിക്കും. ഇത് കൂടുതലാണോ കുറവാണോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷേ ഒരു ബോക്സ് ഉണ്ട് അവിടെ. ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ആ ബോക്സ് എടുക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ കൊണ്ടുവരുന്നത് വേണ്ടോ വേണമെന്ന് തീരുമാനിക്കണതൊക്കെ പിള്ളേരാ. അവര് പറഞ്ഞോട്ടെ. എനിക്ക് വീട്ടിൽ ചെന്ന് എന്റെ പേരില് മോളെ ഇതിനകത്ത് അരി, തുവരപ്പരിപ്പ്, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളാ. അതിനകത്ത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇത് വേണോ അത് വേണോ? ഇഷ്ടമുള്ള തീരുമാനിച്ചോ? തീരുമാനം എടുക്കണ അച്ഛനടുത്ത് ചോദിക്കട്ടെ. പണ്ട് സിംഗപ്പൂർ പോയിട്ട് ലാലേട്ടൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് ദിവസം പോലീസുകാർ കൊണ്ടുപോയായിരുന്നു. ഇപ്പോഴൊന്നും അല്ല, ഒരു വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനറിയാലോ, ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സിംഗപ്പൂര് ഒരു പരിപാടി നന്ദിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു പോവാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ പന്തിൽ ഈ ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ലാൽ സാറിന്റെ ഒക്കെ ഒപ്പമാണ്. അടിമാലിയിൽ നിന്ന് പോണ എന്നെ സംബന്ധിച്ച് ഇതൊന്നും എനിക്ക് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആ ഒരു മായാ ലോകത്താണ് ഇവരുടെ കൂടെയൊക്കെ നടക്കണേ. ഇതെല്ലാം കഴിഞ്ഞു തിരിച്ചു എയർപോർട്ടിൽ വന്നു. കൊച്ചി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പം സാറിങ്ങനെ ഇറങ്ങി പോണ കൂടെ ഒരു അജിത്ത് എന്ന് പറയുന്ന സാറിന്റെ അന്ന് കൂടെയുള്ള ഒരാള് പെട്ടപ്പോ അവരെങ്ങനെയാന്ന് ചോദിച്ചു, അവരെങ്ങനെ പോകുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആലുവ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി. സാർ ആലുവ അദ്ദേഹത്തിന് വണ്ടി വരുമെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. എവിടെ വണ്ടി വരാം? വണ്ടിയല്ല, അവിടെ നിന്ന് ബസ്സുള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു അന്ന് അവിടെ ആലുവ വിടാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഇവര് ആലുവ കൊണ്ടുവന്ന് ഇറക്കി വിടുക. അന്ന് അവിടെ ഭയങ്കര കൊലപാതകവും കാര്യങ്ങളൊക്കെ നടന്നൊരു സമയം. അപ്പൊ ഈ എയർപോർട്ടിൽ വെച്ച് ഞാൻ പോരുമ്പോ അയ്യോ എനിക്ക് മാത്രം ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പെട്ടെന്ന് അവിടുത്തെ 2 സ്പോൺസർമാര്, അവർക്ക് പെട്ടെന്ന് സ്നേഹം, അവര് പെട്ടെന്ന് എന്തൊക്കെയോ വരുത്തുന്നു. അതിനകത്ത് 2100 എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ അന്ന് ഇറങ്ങുന്ന, അന്ന് ഫോണൊന്നും ആയിട്ടില്ല, അതെനിക്കുണ്ട്, കവറിനകത്തുണ്ട്. ഇതൊക്കെയാണ് മറ്റേ ഈ ലാൽസാറിന്റെ മുമ്പിൽ വെച്ച് ഇതൊക്കെ എന്നൊക്കെയാണെന്ന് നോക്കുന്നത്. നമ്മുടെ ഒരു അല്പത്വമാണല്ലോ എന്ന് കരുതി നോക്കാതെ അത് പിടിച്ചേക്കുക.